ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ വീഡിയോ ചോക്ലേറ്റ് ലാവ കേക്ക് ഓവനിൽ എങ്ങനെ വളരെ ഈസിയായി തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാകും. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആദ്യം ചെയ്യേണ്ടത് ബേക്ക് ചെയ്യാൻ ആവശ്യമായ കപ്പ് കേക്ക് മോൾഡും കപ്പ് കേക്ക് ലൈനേഴ്സും റെഡിയാക്കുക എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ കപ്പ് കേക്ക് മോൾഡ് ഇരിക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ അതിൽ ചെയ്യുവാണെങ്കിൽ ഡീമോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഇനി നമുക്ക് ഓരോ കപ്പ് കേക്കിൻ്റെ ലൈനേഴ്സിലും ബട്ടർ തേച്ച് ഗ്രീസ് ചെയ്യുക. അതിനുശേഷം ഓൾ പർപ്പസ് ഫ്ലോ ഉപയോഗിച്ച് ഡസ്റ്റ് ചെയ്ത് ബാക്കി വരുന്ന എക്സ്ട്രാ ഡസ്റ്റ് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. നമ്മൾ ഫ്ലോർ ഉപയോഗിച്ചിങ്ങനെ ഡസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. വളരെ എളുപ്പം മെൽട്ടാകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത ചോക്ലേറ്റ് ഒരു ബൗളിലേക്ക് മാറ്റുക. ഇനി ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മൾ ഈ ചോക്ലേറ്റിനെ മെൽറ്റ് ചെയ്തെടുക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതായത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാൻ വെക്കുക. അതിനുശേഷം അതിന് മുകളിലായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ ബൗൾ വെക്കുക. ഈ പാത്രം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിൽ ടച്ച് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വെള്ളം ബോയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റീമിലാണ് ഈ ചോക്ലേറ്റ് മെൽറ്റ് ആകുന്നത്. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ആ ബട്ടർ റൂം ടെമ്പറേച്ചറിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ബട്ടറും ചോക്ലേറ്റും നന്നായി മെൽറ്റ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. 180 ഡിഗ്രി സെൽഷ്യസിൽ വേണം ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ. വേറൊരു ബൗളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതിനുശേഷം അതിൽ ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ലോ സ്പീഡിൽ നന്നായി ബീറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എഗ് ബീറ്ററാണ്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ ഹാൻഡ് വിസ്ക് ആയിരുന്നാൽ മതി. നന്നായി മിക്സ് ചെയ്ത് എഗ് ബാറ്ററിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/3 കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യുക. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസും 3 ടേബിൾ സ്പൂൺ ഫ്ലോറും ആഡ് ചെയ്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സിൽ മെൽറ്റഡ് ചോക്ലേറ്റ് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യുക. ഇത് ഓവർ മിക്സ് ആകാൻ പാടില്ല. ഇനി ഈ ചോക്ലേറ്റ് മിക്സ് ഓരോ കപ്പ് കേക്കിൻ്റെ ലൈനേഴ്സിന് ഏകദേശം 1/4 ഭാഗത്തോളം ഒഴിച്ചു വെക്കുക. ഇനി നമുക്കത് ഓവനിലേക്ക് വെക്കാം. ഇത് ബേക്ക് ചെയ്യാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റാണ്. ഓരോരുത്തരുടെയും ഓവനനുസരിച്ച് ടൈമിൽ ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഓവനിൽ നിന്ന് എടുത്ത് നോക്കുക. ഇതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് സൈഡ് കുറച്ച് തിക്കായിട്ടും സെൻറ്റർ നല്ല സോഫ്റ്റായിട്ടുമായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ ഓവനിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ ഒരു 2 to 3 മിനിറ്റ്സ് ഒന്നുകൂടി ബേക്ക് ചെയ്യുക. അതിനുശേഷം ഓവനിൽ വെളിയിലേക്ക് എടുത്തു വയ്ക്കുക. ഇങ്ങനെ പുറത്തെടുത്ത് വെച്ച കപ്പ് കേക്ക് നിങ്ങളൊരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്തിട്ട് ഒരു സൈഡ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്നും ചോക്ലേറ്റ് ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ലാവ കേക്ക് ചെറിയ ചൂടോടുകൂടി കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി. കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും സിമ്പിൾ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.